ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേണുസുധിയുടെ ലേറ്റസ്റ്റ് ഇന്റർവ്യൂ വിവാദമായതിന് തൊട്ട് പിന്നാലെ മൂവി വേൾഡ് മീഡിയ മറ്റൊരു ഇന്റർവ്യൂ കൂടി പുറത്തേക്ക് വിട്ടിരിക്കുകയാണ്. ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് വന്നിരിക്കുന്നത് രേണുസുധിയും അവരുടെ സഹോദരിയുമാണ്. എന്തായാലും ഇതിനകത്തും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. കിച്ചു എന്ന് പറഞ്ഞ രാഹുൽ ദാസിനെ കുറിച്ചുള്ള കുറേയധികം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് കൊല്ലം സുധിയുടെ ട്രോഫികളും മറ്റു കാര്യങ്ങളൊക്കെ ഒരു ചാക്കിൽ കെട്ടി കട്ടലിനടിയിൽ ഇട്ടിരിക്കുന്നത് കിച്ചു എന്ന് പറയുന്ന രാഹുൽ ദാസ് തന്റെ വ്ലോഗ് വഴി കാണിച്ചിരുന്നു. അന്ന് അത് ധാരാളം വിമർശനങ്ങൾ രേണുസുധിക്ക് നേടിക്കൊടുത്തിരുന്നു. സോ ഇതിനെക്കുറിച്ചെല്ലാം കൃത്യമായിട്ട് രേണുവിന്റെ സഹോദരി പറയുന്നുണ്ട്. അതായത് കിച്ചു പിന്നീട് മറ്റു പല വ്ലോഗേഴ്സിനോടും പറഞ്ഞു, ഇത് മനഃപൂർവ്വം താൻ ചെയ്ത കാര്യമാണ്, നാട്ടുകാരറിയണം എന്തൊക്കെയാണ് ഈ വീട്ടിൽ സംഭവിക്കുന്നതെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് താൻ തന്നെ മനഃപൂർവ്വം അങ്ങനെ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തതാണെന്ന് കിച്ചു തന്നെ പറഞ്ഞതായിട്ട് തങ്ങൾ അറിഞ്ഞു എന്നാണ് രേണുസുധിയുടെ കുടുംബം ആരോപിക്കുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ് ചെയ്യാൻ മറക്കരുത്. 2000-3000 പേര് വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷേ സബ് ചെയ്യുന്നവരുടെ എണ്ണം വളരെ ചുരുക്കമാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഒരിക്കലും ഞങ്ങൾ അങ്ങനെ വിചാരിച്ചു. കാരണം അവൻ അങ്ങനെ ചെയ്യത്തില്ല. കാരണം നമ്മളോട് അതുപോലെ നിൽക്കുന്ന ഒരു കുഞ്ഞായിരുന്നു. അന്ന് ഇവൻ ഇങ്ങനെ ഇത് വന്ന് ഇട്ടപ്പോഴും അപ്പൊ ഈ പിള്ളേര് കുഞ്ഞാ, അത് മഴ സീസൺ ആയിരുന്നു അന്ന്. അപ്പൊ ഈ കുഞ്ഞുങ്ങൾ ഇവിടെ വെക്കാൻ ഷെൽഫും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു ഈ വീട്ടിൽ. അന്നേരം ഈ പിള്ളേര് വീട്ടിൽ അതെല്ലാം കൂടെ എടുത്ത് നിരത്തി ഇടുക എന്തോ ചെയ്ത് അന്നേരമായിരുന്നു കിച്ചു വന്നപ്പം. അത് കഴിഞ്ഞാണ് ഈ വീഡിയോ വരുന്നത്. നമുക്ക് പറഞ്ഞപ്പോൾ ഞാൻ അന്നേരം കിച്ചുവിന് ഞാൻ ഓർത്ത് തന്നെ ഇനി ഇവ ശ്രദ്ധിച്ച് കാണത്തില്ല, ഇവ ശ്രദ്ധിക്കാതെ കഴിഞ്ഞ ദിവസം വരെ ഞാൻ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നത് കിച്ചു ഇത് ശ്രദ്ധിക്കാതെ വീഡിയോ എടുത്തിട്ടതായിരിക്കും. കാരണം അവന് നമ്മളോട് അങ്ങനെ ചെയ്യേണ്ട വൈരം അങ്ങനെ ഒരു കാര്യവും ഇല്ല, അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചോണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ 2-3 പേര് പറഞ്ഞു അന്ന് ആ വീഡിയോ ഇട്ടതിന്റെ അന്ന് കിച്ചു 2-3 ബ്ലോഗർമാരോട് പറഞ്ഞ് ഞാനത് മനഃപൂർവ്വം ചെയ്തതാന്ന്. അന്നേരമാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇവൻ ഇങ്ങനെ ആയിരുന്നോന്ന് പോലും വിചാരിക്കുന്നത്. അല്ല, അവൻ അതൊന്നും അറിഞ്ഞോണ്ടല്ല, അവൻ അറിയാതെ വീഡിയോ എടുത്ത് അതിന്റെ ഇടയിൽ ഇങ്ങനെ കണ്ട്, അത്ര മാത്രമേ ഞങ്ങൾ വിചാരിച്ചിരുന്നുള്ളൂ. സോ ഇവര് പറഞ്ഞു വരുന്നത് ഇത്ര മാത്രമാണ്. അതായത് കൊല്ലം സുധിയുടെ ട്രോഫികളും മറ്റു കാര്യങ്ങളും എല്ലാം ചാക്കിൽ കെട്ടി സൂക്ഷിച്ചത് കിച്ചു എന്ന് പറഞ്ഞ രാഹുൽ ദാസ് അയാളുടെ ചാനൽ വഴി പുറത്തേക്ക് വിട്ടത് മനഃപൂർവ്വം ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന് തങ്ങൾക്കറിയില്ലായിരുന്നു. അത് പിന്നീട് കിച്ചു എന്ന് പറഞ്ഞ രാഹുൽ ദാസ് പല വ്ലോഗേഴ്സിനോട് പറഞ്ഞത് ഇവരും അറിഞ്ഞു. അങ്ങനെയാണ് മനഃപൂർവ്വം തങ്ങളെയും തങ്ങളുടെ കുടുംബത്തെയും അപമാനിക്കാൻ വേണ്ടിയിട്ട് കിച്ചു എന്ന് പറഞ്ഞ രാഹുൽ ദാസ് ചെയ്ത പ്രവൃത്തിയാണ് ഇതെന്ന് ഇവർ തിരിച്ചറിഞ്ഞതെന്നാണ്. സോ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, ആ ഒരു ട്രോഫി ആ ഒരു കലാകാരൻ തന്റെ ജീവിത കാലയളവിൽ ഒത്തിരി കഷ്ടപ്പാടുകൾ സഹിച്ച് നേടിയെടുത്ത ഒരു ട്രോഫിയാണ്. അതൊന്നും അങ്ങനെ ചാക്കിൽ കെട്ടി സൂക്ഷിക്കേണ്ട ഒന്നല്ല. എന്തായാലും രേണുസുധി ആ ടൈമിൽ നല്ല രീതിക്ക് ആൽബം ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന സമയമാണ്. അപ്പോഴത്തേക്ക് ഒരു ഷെൽഫ് വാങ്ങി വീട്ടിൽ വെച്ച് അതിനകത്ത് അത് സൂക്ഷിക്കാൻ പറ്റുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഓർമ്മകളായിട്ട് നിങ്ങളുടെ കൈവശം അതൊക്കെ ഉള്ളൂ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അതിനൊക്കെ അനാദരവോടും സൂക്ഷിക്കുന്നതിനോട് ഒട്ടും യോജിക്കാൻ പറ്റില്ല. എന്തായാലും കിച്ചു അങ്ങനെ പുറത്ത് വിട്ടതുകൊണ്ടെങ്കിലും ആ ഒരു ട്രോഫി ഇപ്പോൾ നല്ല രീതിക്ക് സൂക്ഷിച്ചിട്ടുണ്ടാവാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ആ ട്രോഫി മറ്റു കാര്യങ്ങളും നമ്മളെ പിന്നീട് കാണിച്ചിട്ടില്ല. കിച്ചു ഇത് ശ്രദ്ധിക്കാതെ വീഡിയോ എടുത്തിട്ടതായിരിക്കും. കാരണം അവന് നമ്മളോട് അങ്ങനെ ചെയ്യേണ്ട വൈരം അങ്ങനെ ഒരു കാര്യവും ഇല്ല, അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ 2-3 പേര് പറഞ്ഞ് അന്ന് ആ വീഡിയോ ഇട്ടതിന്റെ അന്ന് കിച്ചു 2-3 ബ്ലോഗർമാരോട് പറഞ്ഞ് ഞാനത് മനഃപൂർവ്വം ചെയ്തതാന്ന്. അന്നേരമാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇവൻ ഇങ്ങനെ ആയിരുന്നോന്ന് പോലും വിചാരിക്കുന്നത്. അല്ല, അവൻ അതൊന്നും അറിഞ്ഞോണ്ടല്ല, അവൻ അറിയാതെ വീഡിയോ എടുത്ത് അതിന്റെ ഇടയിൽ ഇങ്ങനെ കണ്ട്, അത്ര മാത്രമേ ഞങ്ങൾ വിചാരിച്ചിരുന്നുള്ളൂ. എന്തോ പൊന്നോ, അയ്യോ ഇതാണ് ഋതപ്പൻ. ഋതപ്പനെ കാണിക്കട്ടെ. ഇതാരാടാ? കീമോയ്ക്ക് സാധാരണ കൊടുക്കുന്ന പോലെ ഇത് കാർബോപ്ലാറ്റിൻ എന്ന് പറഞ്ഞ ഈ ഒരു മെഡിസിന് കീമോയ്ക്ക് കൊടുക്കുന്നത്. കാർബോപ്ലാറ്റിൻ ഇതാണ് അന്ന് ആ പ്രശ്നം ഉണ്ടായത്. കാരണം ഈ മെഡിസിനാണ് കീമോയ്ക്ക് കൊടുക്കുന്നത്. അപ്പൊ ഇതിന് 2858. അതാണ് പ്രശ്നം ഉണ്ടായത്. കീമോയ്ക്ക് സാധാരണ കൊടുക്കുന്നതല്ലേ ഇത്. സാധാരണ രോഗികൾക്ക് അതാ. പക്ഷെ എനിക്ക് ഏറ്റവും പോസിറ്റീവ് എന്ന് പറയുന്ന ക്യാൻസർ വിഭാഗമാണ്. അതായത് പെട്ടെന്ന് വ്യാപിക്കുക. അപ്പൊ അത് തടയണമെങ്കിലാണ് അടുത്ത ആ വിവാദപരമായിട്ടുള്ള മെഡിസിൻ എടുത്തേ പറ്റത്തുള്ളൂ. ഇതാണ് ഇവൾക്ക് HER2 പോസിറ്റീവ് എന്ന് പറയുന്ന ബ്രസ്റ്റ് ക്യാൻസറിൽ ഒരു കണ്ടീഷൻ, ഒരു അവസ്ഥയാണ് അതിന്റെ. ഇതിന് 2,02,000 സംതിങ് ഒരു ഇഞ്ചക്ഷന്റെ വില. ഈ ഒരു ഇഞ്ചക്ഷന്റെ വില ബെസ്കോ 600 mg ഇത് ഈ ഒരു മെഡിസിൻ. അപ്പൊ ഇതാണ് ആ വിവാദം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ആ ഒരു ഇഞ്ചക്ഷൻ ഇത്രേ ഉള്ളൂ. ഇതിന്റെ വിലയാത് 2,628 രൂപ. സർജറി വരുന്ന കാര്യം ഡോക്ടേഴ്സ് ഞങ്ങളോട് സംസാരിച്ചായിരുന്നു. സർജറി അവരെല്ലാം തീരുമാനിച്ച് ഇത്ര കൂടുതലായത് കൊണ്ട് ഫുള്ള് റിമൂവ് ചെയ്യണം. അതായത് ഒരു ബ്രസ്റ്റ് ഫുള്ളും റിമൂവ് ചെയ്തേ പറ്റത്തുള്ളൂ, സേവ് ചെയ്ത് പറ്റില്ല എന്ന്. ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ പ്ലാസ്റ്റിക് സർജറിയും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആണ്. പുതിയത് നമുക്ക് പുനർനിർമ്മിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ അതിനുശേഷം നമുക്ക് ആലോചിച്ച്
ഇതാണ് ഇപ്പോൾ ഇവരുടെ നിലവിലെ ആരോഗ്യസ്ഥിതി. അതായത് ഈ ബ്രസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യേണ്ടി വരും. ഒരു ബ്രസ്റ്റ് കംപ്ലീറ്റ് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഇത് പെട്ടെന്നാണ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് വന്നിരിക്കുന്ന ക്യാൻസർ വേഗത്തിൽ സ്പ്രെഡ് ആവുന്ന ഒരു ക്യാൻസറാണ്. അതുകൊണ്ടാണ് ഈ 2,26,000 രൂപയുടെ മരുന്ന് ഇവർക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നത്. ആ ഒരു സ്പ്രെഡ് മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മെഡിസിൻ ഇഞ്ചെക്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ ആ ഒരു രോഗാവസ്ഥ പെട്ടെന്ന് വ്യാപിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കത്തുള്ളൂ. ഏകദേശം 6 കീമോ ആണ് ഡോക്ടർ നിലവിൽ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ടെസ്റ്റും മറ്റു കാര്യങ്ങളുണ്ട്. ആ ഒരു ടെസ്റ്റ് കഴിഞ്ഞ് ഈ ഒരു രോഗം അത്രത്തോളം മൂർധന്യം അല്ലെങ്കിൽ ഈ ഒരു ഓപ്പറേഷനോടുകൂടി തന്നെ ട്രീറ്റ്മെന്റിന്റെ ഇത്രയുള്ള എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും. അതല്ല അതിനുശേഷവും ഇത് വ്യാപിക്കുകയാണെങ്കിൽ ഈ പറയുന്ന മെഡിസിൻ തന്നെ വീണ്ടും ഇഞ്ചെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന റിപ്പോർട്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് തീർത്തും പരിതാപകരമാണ്. പക്ഷെ അതിനിടയ്ക്കും ഇങ്ങനെയുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് രേണുസുതി എന്ന് പറയുന്ന വ്യക്തി ഒട്ടും പിന്നിലല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രേണുവിന്റെ 1-2 സുഹൃത്തുക്കളുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഇവർ കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ലായിരുന്നു, ഇതൊരു അനാവശ്യമായിട്ടുള്ള വിവാദം ഉണ്ടാക്കലായിരുന്നു എന്നാണ് രേണുവിന്റെ പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞത്. അതിന്റെ പേരിൽ സുഹൃത്തുക്കൾക്കിടയിൽ തന്നെ ഭിന്നാഭിപ്രായമുണ്ട്. അതും യാഥാർത്ഥ്യമാണ്. രേണുവുമായിട്ട് 1-2 സുഹൃത്തുക്കൾ അകന്നു എന്ന സൂചന പുറത്തേക്ക് വരുന്നു. എന്തായാലും രേണു എത്രയും പെട്ടെന്ന് സുഖമായിട്ട് തിരിച്ചു വരട്ടെ. അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള വിവാദങ്ങൾ ഉണ്ടാക്കി കൂടുതൽ ഹേറ്റേഴ്സിനെ സമ്പാദിക്കാതിരിക്കാൻ ശ്രമിക്കുക. അത് മാത്രമേ എനിക്ക് ഈ ഒരു വിഷയത്തിനകത്ത് പറയാനുള്ളൂ. സോ ഗൈസ്, ഇത്രയോടെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.